ഇത് ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചല്ല, ഏതെങ്കിലും ന്യൂനപക്ഷങ്ങളുടെ പേര് അതിൽ പറയുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ ഈ മതപരിവർത്തനം എന്ന് പറയുന്ന വാക്ക് അതിൽ കടന്നുകൂടുന്നതാണ് ആശങ്ക ഇരട്ടിയാക്കുന്നത്. ഈ മതപരിവർത്തന നിരോധന നിയമം അത് എന്താണ് അല്ലെങ്കിൽ തന്നെ ദുരുപയോഗം ചെയ്യപ്പെടുന്നുള്ളതും നിരപരാധികളെ ജയിലിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് എന്നും ക്രൈസ്തവ സഭകൾ, കേരളത്തിലെ കാര്യമല്ല, കേരളത്തിൻ്റെ പുറത്ത് ഒറീസയിലടക്കം അവർക്ക് ആരോപണമുണ്ട്. ആരോപണം മാത്രമല്ല, നേർക്കുന്ന അനുഭവങ്ങൾ സഭകൾ അവിടെയൊക്കെ പറയുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇത് ആരെയും ആശങ്കപ്പെടുത്തേണ്ടതില്ല എന്ന് കേവല വാക്കുകളിൽ പറഞ്ഞാൽ സഭകളത് വിശ്വസിക്കും എന്ന് ബി ജെ പി കരുതുന്നുണ്ടോ യഥാർത്ഥത്തിൽ? അർജുൻ, ഹഷ്മി, ഇതെന്തായാലും ഒരു ആശങ്ക ഇപ്പോഴും സഭകളെ സംബന്ധിച്ചുണ്ട്. ആശങ്ക ഇതുവഴിയും വിട്ടുമാറിയിട്ടില്ല. അതിനവർ എടുത്തു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഈ ഒരു FCRA ബില്ല് അവതരിപ്പിക്കുന്നത് ഒന്ന് ഭീകര പ്രവർത്തനങ്ങളിലേക്ക് ഫണ്ട് ഒഴുകുന്നു എന്നുള്ളത്, രണ്ടാമത്തേത് നിർബന്ധിത മതപരിവർത്തനത്തിന് വേണ്ടി ഈ ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത്. പല സംസ്ഥാനങ്ങളിലും ഈ മതപരിവർത്തനത്തിനെതിരെ അതാത് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പോരെ, അതിനെതിരെ മറ്റൊരു വ്യവസ്ഥ കൂടി കൊണ്ടുവന്ന് ഇത്തരത്തിൽ അവകാശങ്ങളിലേക്ക് കൂടിയുള്ള കടന്നുകയറ്റം ആവശ്യമുണ്ടോ എന്നുള്ളൊരു ആശങ്ക, ഒരു കാര്യം കഴിഞ്ഞ ദിവസം CBCI അടക്കം വിവിധ സഭാ സംഘടനകൾ വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവർ മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ ആവർത്തിച്ചിട്ട് കൂടിയുണ്ട്. ഇതെന്തായാലും ഇത്തരത്തിലൊരു ആശങ്ക നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുകൂലമായി, അതായത് ഈ പറയുന്ന വ്യവസ്ഥകൾ എടുത്തു കളയും എന്നുള്ള ഒരു പ്രതീക്ഷ നിലവിൽ എന്തായാലും സഭകൾ വെച്ച് പുലർത്തുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇവരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അതിലെന്തെങ്കിലും മാറ്റം വരുത്താൻ വേണ്ടി നിരന്തരം ഇവർ നേതാക്കളുമായി ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ആ ശ്രമങ്ങൾ തുടരുകയും ചെയ്യും. അപ്പോഴും ആശങ്ക വലിയ രീതിയിൽ തന്നെയുണ്ട്. അത് ഈ കന്യാസ്ത്രീമാരുടെ അറസ്റ്റ് അടക്കമുള്ള മുൻകാല സാഹചര്യങ്ങൾ, മുൻകാല അനുഭവങ്ങൾ ഈ പറയുന്ന സഭകളുടെയും ക്രിസ്ത്യൻ സമൂഹങ്ങളുടെയും മുന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ്. ഒപ്പം തന്നെ പല സംസ്ഥാനങ്ങളിലും ഈ പറയുന്ന നിർബന്ധിത മതപരിവർത്തന നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നതും അതിൽ തന്നെ ഏത് രീതിയിലാണ് ക്രൈസ്തവ സഭകൾക്കെതിരെയുള്ള കടന്നുകയറ്റം ഉണ്ടാകുന്നത് എന്നുള്ള ആശങ്ക അടക്കം ഇവരുടെ മുന്നിൽ ഉള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോഴും ഈ ആശങ്കകൾ നിലനിൽക്കുന്നതും അതവർ വ്യക്തമാക്കുന്ന കാര്യം. എന്തായാലും ഈ ചർച്ചകൾ അവർ ബന്ധപ്പെടുന്നത് അടക്കം, അതായത് നേതാക്കളുമായിട്ട് ഈ ആശങ്ക പങ്കുവെക്കുന്ന അടക്കം അവർ തുടരും. അവരാൽ കഴിയുന്നത് ഈ പറയുന്ന വ്യവസ്ഥകളിൽ എന്തെങ്കിലും തരത്തിൽ ഇളവ് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം അവർ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതിലപ്പുറത്തേക്ക് ആശങ്ക മാറാനായിട്ട് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ BJPയുടെ ഭാഗത്തുനിന്നോ ഒരു തരത്തിലുള്ള സമീപനം, പ്രത്യേകിച്ചും ഇവരെ ബന്ധപ്പെടുത്തി ഇവരെ കൂടി ചേർത്ത് പിടിച്ച് ഒരു ചർച്ചയ്ക്കോ കൂടിക്കാഴ്ചയ്ക്കോ ഇതുവരെയും കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. മാത്രമല്ല, കൂടുതൽ ചർച്ചകൾക്ക് ആവശ്യമില്ല എന്നുള്ള നിലപാട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഹഷ്മി, ഓക്കെ, മാത്രമല്ല അത് കിരൺ റിജിജു കൃത്യമായി തന്നെ ഇനി ഒരു ചർച്ചാ വിഷയത്തിലില്ല എന്ന് അസന്നിഗ്ധമായി പറയുന്ന പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ ആ ഭേദഗതിയിൽ എന്തെങ്കിലും ഒരു പുതിയ ഭേദഗതി ആശങ്ക കണക്കിലെടുത്ത് ചില കാര്യങ്ങൾ ഒഴിവാക്കാം എന്ന കാര്യം കേന്ദ്രം ആലോചിക്കുമെന്ന് എന്തായാലും പറയാൻ ഇത്തവണ കഴിയില്ല. കഴിയുമായിരുന്നെങ്കിൽ അതിപ്പോൾ ഇപ്പോൾ അത് അവതരിപ്പിക്കുമ്പോൾ അമിത്ഷാ സംസാരിക്കുമ്പോൾ തന്നെ അത് സാധ്യമാകേണ്ടതായിരുന്നു. പക്ഷേ അതിന് പകരം ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട അത് വീണ്ടും ചർച്ച ചെയ്യുകയാണെങ്കിൽ അത് വീണ്ടും ഈ പറയുന്ന ഇലക്ഷൻ പോസിബിലിറ്റികളെ ബാധിച്ചേക്കാമെന്ന ആശങ്ക ഉണ്ടാവണം, അല്ലെങ്കിൽ കേരളത്തിലെ BJPയുടെ സമ്മർദ്ദം കൊണ്ടാവണം. അത് ചർച്ചക്കെടുക്കേണ്ടതില്ല എന്നാണ് തീരുമാനം. അതിനർത്ഥം ഏതെങ്കിലും തരത്തിൽ FCRA ഭേദഗതിയിലുള്ള ക്രൈസ്തവ സഭകളുടെ വലിയ ആശങ്ക ഇല്ലാതാവുന്നു എന്നല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.